ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ 85% നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇതുകൂടാതെ വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം കൂടുതലായി വരുന്ന ഈ കാലഘട്ടത്തിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്റെ ഉത്തരവ് പ്രകാരം 10 വർഷത്തിലധികം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവരികയാണ്. കേരളത്തിനകത്ത് തന്നെ 6ഓളം സിറ്റികളിലെ NGT ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഡീസൽ വാഹനങ്ങളിൽ നിന്ന് മാറി ഒന്നിൽ ലോ കാർബൺ എമിഷനുള്ള CNG, LNG, ഇലക്ട്രിക് അല്ലെങ്കിൽ ഫ്യൂൽ സെൽ ഹൈഡ്രജൻ വണ്ടികളിലേക്ക് മാറുന്നതിനുള്ള നടപടികളാണ് ഇന്നിപ്പം കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗവും അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി പ്രകാരവും 2030 ഇന്ത്യ ഒട്ടാകെ ഒരു സൈസബിൾ വണ്ടികളിലും അൾട്രാ ലോ എമിഷൻ വണ്ടികളിലേക്ക് മാറ്റണം. അത് ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇന്നിപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിസിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 2025 1 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് 10 ലക്ഷം ഇലക്ട്രിക് വെഹിക്കിൾ നിരത്തിൽ ഇറക്കുവാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ടൂ വീലേഴ്സ്, അത് കഴിഞ്ഞാൽ 3 വീലേഴ്സ്, ഓട്ടോ, പിന്നീട് ബസ്സുകൾ, അതോടൊപ്പം കാറ്, പ്രൈവറ്റ് വണ്ടികള്, ബോട്ടുകൾ, അതോടൊപ്പം തന്നെ ട്രക്കുകൾ. ഇതില് 2 വീലേഴ്സും 3 വീലേഴ്സും ഏറ്റവും ലാഭകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നത് ഇലക്ട്രിക് ആക്കുന്നത് വഴിയാണ്. കാരണം ഇന്നിപ്പം 2 വീലേഴ്സ്, ഇന്നിപ്പം സിൻസീറോ പോലുള്ള സ്ഥാപനങ്ങള് ധാരാളം 250ഓളം വണ്ടി അവർ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയായിട്ട് വിറ്റതായിട്ടാണ് അറിയുന്നത്. അതോടൊപ്പം 2 വീലേഴ്സിന്റെ കണക്ക് തന്നെയാണ് 3 വീലേഴ്സിനും വളരെ ലാഭകരമാണ്. ബാറ്ററി ചാർജിങ് സെന്ററുകൾ ഇന്നിപ്പം കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കേരളം ഒട്ടാകെ സ്ഥാപിച്ചുകൊണ്ട് വരികയാണ്. ഇതുകൂടാതെ ഈ കാറുകള് മറ്റ് വണ്ടികൾ ചാർജ് ചെയ്യുന്നതിനുള്ള ഫാസ്റ്റ് ചാർജിങ് സെന്റർ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും ചെയ്തു വരികയാണ്. ഈ അവസരത്തിൽ കേരളം ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു ക്യാപിറ്റലായി മാറ്റുന്നതിനുള്ള നടപടികളാണ് എടുത്തു വരുന്നത്. ഇന്ന് എനർജി മാനേജ്മെന്റ് സെന്ററും ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയും സംയുക്തമായി ഗോ ഇലക്ട്രിക് എന്നുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുവഴി കേരളത്തിന് ഏറ്റവും എനിക്ക് തോന്നുന്ന പ്രകൃതി സൗന്ദര്യം നമുക്ക് നിലനിർത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഓയിൽ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കുന്നതിനും ഇത് സഹായകരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.